ഞാൻ മനസ്സിലാക്കുന്ന നിനക്ക് മാനസിക രോഗം ഉണ്ടെന്നാ. അല്ല, ചികിത്സിച്ച അത് തുടക്കത്തിലെ മാറ്റിയെടുക്കാട്ടോ. വൈകിയ പിന്നെ പ്രശ്നം. എനിക്ക് മാനസിക രോഗം ഉണ്ടെന്ന് നിന്നോടാരാ പറഞ്ഞേ? എന്തേ? ഇല്ലേ? എനിക്കൊരു അസുഖമില്ല. എന്നെ രോഗിയാക്കാൻ നീ അടക്കമുള്ളവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് നടക്കാൻ പോകുന്നില്ലടി. ഉറപ്പാ? എനിക്ക് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ഒരാവശ്യമില്ലടി. പ്രിയേ, ഈ ചെരുപ്പാരാ ഈ പരുവത്തിലാക്കിയേ? ഇതെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ആദ്യം എന്റെ ചോദ്യത്തിന് ഉത്തരം പറ. മാനസിക രോഗിയല്ലാത്ത ആരെങ്കിലും ഇങ്ങനൊക്കെ ചെയ്യൂ? അധികതാ. ഈ ചെരുപ്പിന് നിനക്കെന്തിനാ തരാനാ പറഞ്ഞേ? അങ്ങനെ വാശി പിടിക്കല്ലേ. ഞങ്ങൾക്ക് തരാൻ സൗകര്യമില്ല. അപ്പോഴോ? കണ്ടോ, ഇത് തന്നെയാ രോഗത്തിന്റെ ലക്ഷണം. മര്യാദയ്ക്കുണ്ടായിരുന്ന ചെരുപ്പ് സ്വയം കുത്തിക്കീറുന്നു, എന്നിട്ടത് ഉപേക്ഷിക്കുന്നു. ഞാനത് എടുത്തോണ്ട് വന്നപ്പോ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. തന്നില്ലെങ്കിൽ കൊല്ലുന്ന ഭീഷണിപ്പെടുത്തുന്നു. മോനെ, ഇത് ഡോക്ടർ സക്രിയയിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല. കുറച്ചുകൂടി കടുപ്പുള്ള എന്തെങ്കിലും പ്രയോഗം വേണ്ടി വരും. തളം വച്ചാലോ തലയ്ക്ക്? അതോ ചങ്ങലക്കിടുന്നു? മര്യാദയ്ക്ക് എന്റെ ചെരുപ്പ് വന്നു, അല്ലെങ്കിൽ നീ എന്റെ തനി സ്വഭാവം കാണും. ഇതിൽ കൂടുതൽ എന്ത് കാണാനാടാ? നിനക്കേ ഭ്രാന്തിന്റെ ആരംഭം തന്നെ. അധികം വൈകാതെ നിന്നെ ഏതെങ്കിലും ഭ്രാന്താശുപത്രി കൊണ്ടുപോയിടേണ്ടി വരും. എന്താ ഒരു അലർച്ച കേട്ടത്? ശരത്തിന് വട്ടായതാ. മൂക്കുന്നതിന് മുൻപേ ചികിത്സിക്കുന്ന നല്ലത്, അല്ലെങ്കിൽ പ്രശ്ന. എന്താ മോനെ, എന്താ ഞാനീ കേക്കുന്നേ? നിത്യ പോയിന്റ് സങ്കടം എനിക്ക് മാറിയിട്ടില്ല. അപ്പോഴാ ഓരോന്ന് പറഞ്ഞ് ഓരോരുത്തർ വരുന്നത്. ആര് വന്നു? ഈ ചെരുപ്പ് കാണിച്ചു, അതാ കുഴപ്പമായത്. ഇത് ശരത്തുപോന്റെ ചെരുപ്പല്ലേ? അതെ. എന്തിനാ കേറിയെന്ന് ഞാൻ ചോദിച്ചു. അപ്പതോ ഒറ്റ അലർച്ച. അയ്യോ, ശരത്ത് എന്തിനാ ഈ ചെരുപ്പിനോട് അത്രയ്ക്ക് അങ്ങോട്ട് വൈരാഗ്യം കാണിക്കുന്നേ? എന്തെങ്കിലും കാരണമില്ലാതെ ആരെങ്കിലും ഇങ്ങനൊക്കെ ചെയ്യുവോ? മറുപടി പറ ശരത്തെ. ഞങ്ങൾ ഇത്രയും പേരിവിടെ നിൽക്കുമല്ലേ, ഞങ്ങൾക്ക് കൺവിൻസിങ് ആവുന്ന ഒരു കാരണം നീ തന്നെ അങ്ങ് പറഞ്ഞോ. എന്തിനാണ് ഈ ചെരുപ്പ് കാണുമ്പോ നീ ഇത്ര അസ്വസ്ഥനാവുന്നേ? എനിക്ക് സൗകര്യമില്ല പറയാൻ. കാരണം ഇല്ലെന്ന് പറ, അതുകൊണ്ട് ഉത്തരം മുട്ടുന്നു. അതല്ലേ ശരി? ഒന്നുമല്ല, കാരണമൊക്കെ ഉണ്ട്. എങ്കിൽ പിന്നെ അത് പറ. ഞാൻ പറയില്ല, പറയാൻ എനിക്ക് പറ്റില്ല. ഇതെന്തൊരു മറുപടിയാ? സ്വന്തം ചെരുപ്പ് ആരെങ്കിലും ഇതുപോലെ കീറുവോ? എന്നിട്ട് അതേപ്പറ്റി ചോദിച്ചപ്പോ അലറുന്നു. ഇത് മുഴുത്ത വട്ടല്ലത് വേറെന്താ? വട്ട് നിനക്കടി. ദേ, എന്നെ കയറി ഇടിയ പൊടിന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ, ഇത് എന്റെ വീടാ. ഇവിടെ താമസിക്കുന്നവര് എന്നെ ബഹുമാനിക്കണം. എനിക്ക് അതിന് സൗകര്യമില്ലെങ്കിലോ? എങ്കിൽ സൗകര്യമുള്ളവര് മാത്രം ഇവിടെ താമസിച്ചാ മതി. നീ ഇവിടെ നിക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. കേട്ടല്ലോ, എല്ലാവരും കേട്ടല്ലോ. എന്നെ ഇവിടുന്ന് ഇറക്കി വേണം. അതിനുവേണ്ടി ഉണ്ടാക്കുന്ന നാടകങ്ങൾ ഇതൊക്കെ. എന്നെ ഈ വീട്ടിൽ വേണ്ടെങ്കിൽ ഈ വീട് എനിക്കും വേണ്ട. അയ്യോ, ഞാൻ ഇറങ്ങുവാ. മോനെ പോവല്ലേ. വിഷമമുണ്ട് മുത്തശ്ശി, സങ്കടത്തോടാ ഞാൻ ഇറങ്ങിപ്പോന്ന്. നമുക്കിനിയും കാണാട്ടോ.
അയ്യോ മോനെ. നന്നായേ ഉള്ളൂ. ഇനി കുറച്ച് ചാണകവെള്ളം കൂടി തളിക്കണം. എന്നിട്ട് ഇവിടെ ഒന്ന് ശുദ്ധമാക്കണം. ഐശ്വര്യക്കേട് മാറട്ടെ.